പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ഒരു സ്വാധീനം ചെലുത്തിയ ഒരു നല്ല വ്യക്തിത്വം ഇന്ന് നമ്മളോട് വിട പറഞ്ഞ് നാട് നീങ്ങുന്നു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. അദ്ദേഹം ജനിച്ചത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ എന്ന് പറയാം, ഒക്ടോബർ മാസം 20, 1923. ഏതാണ്ട് 101 കൊല്ലം അല്ലെങ്കിൽ 102 എന്നൊക്കെ കണക്കാക്കാം. ജൂലൈ മാസം 21-ാം തീയതി അദ്ദേഹം രാജ്യത്തോട് വിട പറയുമ്പോൾ ഒരുപാട് ബഹുമാനവും സ്നേഹവും ഉള്ളതുകൊണ്ട് പ്രിയ സഖാവേ ലാൽ സലാം, നിങ്ങൾ കുറച്ച് നാൾ ജീവിക്കും ഈ നാട്ടിലും മണ്ണിലുമൊക്കെ. കാരണം നിങ്ങൾ എഴുതി വെച്ചൊരു പുസ്തകത്തിൻ്റെ താളുണ്ട്. ആ താളിനകത്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാവാം, അതല്ല എങ്കിൽ കർഷകർക്ക് വേണ്ടി ഇന്ന പോരാട്ടങ്ങളുണ്ടാവാം. ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ 1-2 കാര്യം പറയട്ടെ. വിപ്ലവ നായകന്മാർ ഭൂമിയിലുണ്ടായിരുന്നുവെങ്കിൽ അതിലൊരാൾ VS എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മകൻ്റെ പേര് ചില കളങ്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വെട്ടിനിരത്തലും വന്നിട്ടുണ്ട്. അതിന് വിമർശിക്കുന്നവരൊക്കെ വിമർശിച്ചു, കുഴപ്പമില്ല, അതും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾക്ക് വേറെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങ് സംസാരിച്ചില്ല, നമുക്കറിയാം. പക്ഷേ അതല്ല ഞങ്ങളൊക്കെ കാണുന്നത്. EK നയനാറിന് ശേഷം PKVക്ക് ശേഷം ഏറ്റവും നന്നായിട്ട് കേരളത്തെ ഭരിച്ച, ഒരു പൈസ പോലും കട്ട് മോട്ടിക്കാത്ത, ഇന്ന് ഉള്ളവന്മാരോടൊന്നും എനിക്ക് കമ്പയർ ചെയ്യാനൊക്കില്ല, ഒന്നും കട്ട് മോട്ടിക്കാതെ സ്വന്തമായിട്ട് തൻ്റെ ഇടത്തോടെ മകൻ തന്ന ചില പേരുകളുണ്ട്, അതൊക്കെ കയ്യിരിക്കട്ടെ, സാരമില്ല. പക്ഷേ ഞങ്ങളൊക്കെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനിക്കുന്നുണ്ട് VSനെ. VS, നിങ്ങൾ പെട്ടെന്നൊന്നും മരിക്കില്ല, ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. നിങ്ങൾ മരിക്കൂല. കാരണം എത്ര ശത്രുവാണെങ്കിൽ പോലും അങ്ങ് കാണുമായിരുന്നു, അങ്ങ് സംസാരിക്കുമായിരുന്നു. EK നയനാർ ഒരിക്കൽ പോയി കണ്ടിട്ടുണ്ട് K കരുണാകരനെ, അദ്ദേഹം അസുഖമായിട്ട് കിടന്നപ്പോൾ. അതുപോലെ അതല്ലേ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് വേണ്ടത്. വിമർശിക്കുന്നവനെ കൊല്ലുന്നതല്ല രാഷ്ട്രീയം. അത് അങ്ങ് വിമർശിക്കുമായിരുന്നു, അങ്ങ് ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിൽ അങ്ങയ്ക്ക് വ്യക്തിമുദ്രയുണ്ട്. അതൊരിക്കലും ആരും മറക്കില്ല, ഒരു സഖാവും മറക്കില്ല. ലാൽ സലാം സഖാവേ, പോകുമ്പോൾ 1000 അഭിവാദനങ്ങൾ ഞങ്ങൾക്കുണ്ട്. 1000 ചെങ്കൊടികൾ മാത്രമല്ല, 1000 കോൺഗ്രസ് കൊടികളും 1000 BJP കൊടികളും ഒരുമിച്ച് പാറട്ടെ ഭൂമിയിൽ. കാരണം ഇന്ന് കേരളത്തെ കേരളമാക്കിയെടുത്ത ഒരു വലിയ മനുഷ്യൻ്റെ വിടവാങ്ങൽ ഈ ജൂലൈ മാസം 21-ാം തീയതി കണ്ടുവെങ്കിൽ ആദരവ്, ബഹുമാന, സ്നേഹം, പേര് ജോൺസൺ കരൂർ, ഒരിക്കലും മറക്കില്ല. നിങ്ങളെ ഒരു പാഠപുസ്തകമാക്കണം. ഇതാണ് ഈ പാഠപുസ്തകത്തിൽ ചേർക്കുമെങ്കിൽ VSനെ ഒരു പാഠപുസ്തകമാക്കി എടുക്കണം. അത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ചില കാര്യങ്ങൾ കൊണ്ടാണ്. VS ഒരു പാഠപുസ്തകമാകണം. ഇന്നത്തെ KERലോ CBSEലോ ICSEലോ. ഓക്കെ, നല്ല ദിവസം എല്ലാവർക്കും. ലാൽ സലാം സഖാവേ.